പിൻസി, എന്താ നിന്റെ ഭാവം? ചുവന്ന ചായം ചുണ്ടിൽ തേച്ചു പിടിപ്പിക്കുന്നവരോട് ദേഷ്യത്തിൽ ലിസ ചോദിച്ചു. എനിക്ക് പല ഭാവങ്ങളുമുണ്ട്, അതിലേതാ നിങ്ങൾക്ക് അറിയേണ്ടത്? ബിൻസി അതേ ദേഷ്യത്തോട് തന്നെ മറുപടി നൽകി. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ തോന്നും പോലെ നടക്കാനൊന്നും പറ്റില്ല. നാട്ടുകാർ ഓരോന്ന് പറയുന്നത് കേട്ട് മനുഷ്യന്റെ തൊലി ഉരിയുകയാണ്. ലിസ ഉറഞ്ഞു തുള്ളുന്നത് ചിരിയോടെ അവൾ നോക്കിക്കൊണ്ടിരുന്നു. നാട്ടുകാർ എന്തു പറഞ്ഞുവെന്നാണ്? കൂസലില്ലാതെയാണ് ബിൻസിയുടെ ചോദ്യം. എന്തു പറഞ്ഞുവെന്നോ? ഓരോരുത്തന്മാര് നിന്നെ കാറിൽ വന്ന് കൊണ്ടുപോയി അവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നാക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. മകളുടെ സ്വഭാവ മഹിമ ഈ നാട്ടിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നിനക്ക് മറ്റൊരു പേരിട്ടാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. ലിസ പറഞ്ഞു കഴിഞ്ഞതും ബിൻസി പൊട്ടിച്ചിരിച്ചു. അയ്യോ, എന്നോട് നിങ്ങളാണോ ഈ പറയുന്നത്? അതും പറഞ്ഞ് അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. അവളോട് എന്തു പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കിയ ലിസ ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി അവിടെ നിന്നും നടന്നുപോയി. ബിൻസിയുടെ കണ്ണുകളിൽ കണ്ണുനീർ ഉറഞ്ഞുകൂടി. അതുവരെ പിടിച്ചിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. ഒരു പാവമായിരുന്നില്ലേ താൻ? എങ്ങനെയാണ് ഈ വിധമായത്? ഇപ്പോൾ പോയ സ്ത്രീ പറഞ്ഞത് ശരി തന്നെയാണ്. താൻ ചീത്തയായിരിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത മാലിന്യ കൂമ്പാരത്തിലേക്ക് വീണിരിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നാണ് പുറത്തുനിന്നും കാറിന്റെ ഹോൺ കേട്ടത്. അതോടെ കണ്ണുകൾ തുടച്ച് ഒന്നുകൂടി മേക്കപ്പ് ചെക്ക് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഇത്തവണ ഹോട്ടൽ പ്ലാസയിലേക്കാണ് കേട്ടോ. ഏതോ കോടീശ്വരനാണ്. നന്നായി ഒന്ന് സുഖിപ്പിച്ചാൽ അതിന്റെ ഗുണം കാണും. തന്റെ ഡ്രൈവറായി വരുന്ന രാജൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. പ്ലാസയിൽ വണ്ടി നിർത്തി ഒരു വഷളം ചിരിയോടെ രാജൻ പോയിട്ട് വാ എന്ന് പറഞ്ഞു. താൻ പോകുന്നത് വരെ അയാൾ അവിടെ കിടക്കും. വെറും ടാക്സി ഓടിക്കുന്നതിനേക്കാൾ ഈ പണിക്ക് കൂടുതൽ പണം കിട്ടും എന്ന് അയാൾക്കറിയാം. അവൾ വേഗം രാജൻ പറഞ്ഞു കൊടുത്ത റൂമിലേക്ക് നടന്നു. വാതിൽ മുട്ടി അവൾ പുറത്ത് കാത്തു നിന്നു. അല്പനേരം കഴിഞ്ഞ് വാതിൽ തുറന്ന ആളെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. ചന്ദ്രു! ചന്ദ്രു തന്നെ കണ്ട് ഞെട്ടിയെന്ന് അവൾക്ക് മനസ്സിലായി. കോളേജിൽ പഠിക്കുമ്പോൾ തന്നോട് പ്രണയം പറഞ്ഞ് തന്റെ പുറകെ നടന്നിരുന്ന ആ ചെറുപ്പക്കാരൻ ഒത്തൊരു പുരുഷനായെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ അവൾ തിരിച്ചറിഞ്ഞു. ബിൻസി, നീ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ? തന്റെ കൺമുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ ചന്ദ്രു നിന്നു. പപ്പ പോയതോടെ എന്റെ കാര്യമെല്ലാം താറുമാറായി. ഇപ്പൊ ഇതാ ജോലി. കൂടുതൽ സംസാരിക്കാതെ താൻ കൊടുത്ത കാശ് മുതലാക്കാൻ നോക്ക്. ഒട്ടും മയമില്ലാതെ പറയുന്ന അവളെ അത്ഭുതത്തോടെ ചന്ദ്രു നോക്കി. ക്ലാസ്സിൽ ഒന്നാമതായി പഠിച്ചിരുന്ന മിടുക്കിയായ പെൺകുട്ടിക്ക് എന്താണ് പറ്റിയത്? അവൻ വീണ്ടും ചോദിച്ചു. പപ്പയുടെ ബിസിനസ് എല്ലാം തകർന്നു. കുറച്ച് വിഷമത്തിൽ പപ്പ അഭയം കണ്ടെത്തുമ്പോ മകളെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. രണ്ടാനമ്മ പപ്പ ഉള്ളവരെ വലിയ സ്നേഹമൊക്കെ കാണിച്ചിരുന്നു. പപ്പ പോയതോടെ അവരുടെ തനസ്വഭാവം പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഇരിക്കുന്ന വീട് കൂടി നഷ്ടപ്പെടുമെന്നായപ്പോ രണ്ടാനമ്മ ഒരു അതിബുദ്ധി കാണിച്ചു. അവർക്ക് പരിചയമുള്ള വൃദ്ധനായ ഒരു ബിസിനസ്സുകാരന് എന്റെ മുറിയുടെ വാതിൽ തുറന്നു കൊടുത്തു. അയാൾ എന്നെ അവിടെ ഇട്ട് പിച്ചി ചീന്തിയതിന് പകരമായി ഞങ്ങളുടെ വീട് അയാൾ രണ്ടാനമ്മയ്ക്ക് നേടിക്കൊടുത്തിരുന്നു. അതോടെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി. അവരോടുള്ള വാശിക്ക് ഞാൻ ഈ തൊഴിൽ തന്നെ തിരഞ്ഞെടുത്തു. അവരുടെ കൂടെ ഒരേ വീട്ടിൽ താമസിച്ച് പരസ്യമായി ഞാൻ എൻ്റെ ശരീരം വിറ്റു. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾക്ക് ഇതച്ചു പോയിരുന്നു. ചന്ദ്രു എല്ലാം സമാധാനത്തോടെ കേട്ടിരുന്നു. എന്നിട്ട് അവർക്കാണോ ഇപ്പൊ നഷ്ടം ഉണ്ടായത്? നഷ്ടം നിനക്ക് മാത്രമാണ് പൊട്ടി. ചന്ദ്രു പറഞ്ഞപ്പോൾ ബിൻസി പൊട്ടിക്കരഞ്ഞുപോയി. അറിയാഞ്ഞിട്ടല്ല, വാശിക്ക് എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാണ്. അതൊക്കെ പോട്ടെ ചന്ദ്രു, ഇപ്പൊ എന്ത് ചെയ്യുന്നു? കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നിന്നെ മറക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും നിനക്ക് എന്നോട് താല്പര്യമില്ലായിരുന്നല്ലോ. ഒടുവിൽ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെയാണ് ഒരു കല്യാണം കഴിച്ചത്. ആദ്യ രാത്രിയിൽ തന്നെ എന്റെ പെണ്ണ് എന്നെയും കബളിപ്പിച്ച് മറ്റൊരുത്തന്റെ കൂടെ പോയി. അപ്പോഴാണ് അറിഞ്ഞത് ആ ബന്ധം അറിഞ്ഞ് അവരുടെ വീട്ടുകാർ വീട്ടുതടങ്ങളിൽ വെച്ചിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നന്നായി ജീവിക്കുമെന്ന് കരുതി കിട്ടിയ ചാൻസിന് അവള് പോയി. ഒരു കോമാളിയെ പോലെ ജീവിക്കുകയാണ് ഞാനിപ്പോ. അത് കേട്ടതും അവളൊന്ന് ചിരിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ ഭാര്യയായി എന്റെ ജീവിതത്തിലേക്ക് വരാൻ നിനക്കാവോ? ചന്ദ്രു ചോദിച്ചത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയല്ലേ? അറിഞ്ഞിട്ട് തന്നെയാണ്. മനസ്സുകൊണ്ട് നീ കളങ്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്കത് മതി. രജിസ്റ്റർ ഓഫീസിൽ പോയി വധുവിന്റെ സ്ഥാനത്ത് ഒപ്പുവെക്കുമ്പോ അവളുടെ കൈയൊന്ന് വിറച്ചിരുന്നു. അന്നേരം കൂടെ താനുണ്ടെന്ന മട്ടിൽ ചന്ദ്രു അവളെ ചേർത്തു പിടിച്ചിരുന്നു. ജീവിതത്തിൽ താങ്ങായി ആരുമില്ലാത്തത് കൊണ്ട് തെറ്റുകൾ ചെയ്യേണ്ടി വന്നൊരു പാവമാണ് തന്റെ അരികിൽ നിൽക്കുന്നതെന്ന പൂർണ്ണ ബോധ്യം അവനുണ്ടായിരുന്നു. താനൊന്ന് മനസ്സ് വെച്ചാൽ അവൾക്കും തനിക്കും ഒരു നല്ല ജീവിതം കിട്ടും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരുന്നു അവളെ തന്നിലേക്ക് ചേർത്ത് വെച്ചത്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്